കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. 2-ാമത്തെ എപ്പിസോഡാണിത്. സ്തോത്രം. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. അടുത്ത, എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിലുകൾ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പക്ഷെ എന്താ ദൈവമക്കൾ എഴുതി വച്ചേക്കുന്നത്? പ്രസംഗിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. പ്രസംഗം എന്താ? ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിപ്പാൻ, എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിലുകൾ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടവണ്ണം വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പ്രസംഗം എന്താ? ക്രിസ്തുവിൻ്റെ മർമ്മം വെളിപ്പെടുത്തുക, ദൈവത്തിൻ്റെ ജ്ഞാനമായ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 10% തരുന്നവൻ 20% തരുന്നു എന്ന് പറയുകയും അത് 20-30 ആക്കണമെന്ന് പറയുകയും, ഈയിടയ്ക്ക് ഒരുത്തം പറയണ്ടായി, എനിക്കൊരു കാറ് വേണം, അതിൻ്റെ 16-18 ലക്ഷം രൂപ വേണം, നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് തന്നെ സഹായിക്കാൻ വേണ്ടി പരസ്യമായിട്ട് തെണ്ടുക സഭയിൽ. ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചു? ദ്രവ്യാഗ്രഹത്തിൻ്റെ സാത്താൻ കയറിയിരിക്കുക അവരുടെ ഉള്ളിൽ. പാസ്റ്ററിൻ്റെ കാശ് വിശ്വാസികൾ മേടിച്ചു കൊടുക്കണമെന്ന്. കഞ്ഞിക്ക് വകയില്ലാത്ത വിശ്വാസികൾ. കഞ്ഞിക്ക് വകയില്ലാത്തതെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി കേട്ടോ. കാരണം ഇവരുടെയൊക്കെ കൂട്ടായ്മയിലുള്ളവർ കോടീശ്വരന്മാരായിരിക്കും. പ്രാർത്ഥിച്ച് ഭൗതികം മുഴുവൻ വാങ്ങിക്കൂട്ടിയ വിശ്വാസികളെ ഈ കൂട്ടത്തിലുള്ളത്. ഒരൊറ്റ സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിൽ കാണത്തില്ല. ഭൗതിക സമ്പത്തല്ല പുതിയ നിയമത്തിലെ സമ്പത്തെന്ന് ഇനിയെങ്കിലും പെന്തക്കോ സമൂഹം മനസ്സിലാക്കണം. വേദപുസ്തകം വിഭാവന ചെയ്യുന്ന സമ്പത്ത് ആത്മീകമാണ്, സ്പിരിച്വലാണ്. എന്താ സമ്പത്ത്? കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി, സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാകുക, വിശ്വാസത്തിൻ്റെ സമ്പന്നത, പ്രത്യാശയുടെ സമൃദ്ധി, ആത്മീയ അനുഗ്രഹങ്ങളുടെ സമൃദ്ധി. അതാണ് വേദപുസ്തകം വിഭാവന ചെയ്യുന്നത്. അതിനെ സാത്താൻ പാസ്റ്റർമാരുടെ നാവുകളെ ഉപയോഗിച്ച് ഭൗതിക സമ്പത്തായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഈ ചതി തിരിച്ചറിയുക, ജാഗ്രത. ഹല്ലേലൂയ. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കാനാണ് പൗലോസ് പഠിപ്പിച്ചത്. ധനികന്മാരാകാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കളിയിലും കുടുങ്ങുകയും മനുഷ്യ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകാനുള്ള വരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. ഹല്ലേലൂയ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ല, ഒരു ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടോടുന്ന ബഹുദുഃഖങ്ങൾക്ക് എതിരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവ, അത് വിട്ടോടുക. ദ്രവ്യാഗ്രഹം വിട്ടോടുക. പാസ്റ്റർമാർ ദ്രവ്യാഗ്രഹം വിട്ടോടണം. വിശ്വാസികൾ ദ്രവ്യാഗ്രഹം വിട്ടോടണം. വിട്ടോടിയിട്ട് എന്ത് ചെയ്യണം? നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിൻ്റെ നല്ല പോർ വരുത്തുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനാൽ നീ വിളിക്കപ്പെട്ട അനേക സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും നിരപവാദ്യനുമായി കൽപ്പന കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണമെന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന്റെ മുൻപിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തുയേശുവിനെയും സാക്ഷിപ്പിച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, കൽപ്പിക്കുന്നു. ഒരു കമാൻഡർ കൽപ്പന കൊടുക്കുന്നത് പോലെ, ഒരു കമാൻഡർ തൻ്റെ കീഴിലുള്ള പടയാളികൾക്ക് കൽപ്പന കൊടുക്കുന്ന പോലെ ദൈവസഭയുടെ അതിശ്രേഷ്ഠ അപ്പോസ്തലൻ പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടവൻ ഗലാത്യർ 1:1. ആ അപ്പോസ്തലൻ ദൈവസഭയ്ക്ക് കൽപ്പന തരികയാണ്, ദൈവമക്കൾക്ക് കൽപ്പന തരികയാണ്. ദ്രവ്യാഗ്രഹം വിട്ടോടണം. 1 തീമോഥെയോസ് 6:8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിച്ചോണം. ഇതൊക്കെ വായിച്ച് പഠിച്ച് സഭയെ പ്രസംഗിക്കാതെ എന്നാ പ്രസംഗം എന്നാണ് ഞാൻ കേൾക്കുന്നത്. എന്ത് പ്രസംഗമാണ് പ്രസംഗിക്കുന്നത്? എന്തൊക്കെ പ്രസംഗിച്ചു കൂട്ടുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശം എടുത്ത് അങ്ങോട്ട് വായിച്ച് പഠിപ്പിക്കുക, അതൊരു പ്രസംഗമാണ്. 94കാരനായ ഞങ്ങളുടെ ഉപദേശിയെ പണ്ട് ഇങ്ങനെ പറയുമായിരുന്നു. ഒരു സഭയിൽ ചെന്നപ്പോൾ ഒരു ലേഖന ഭാഗം എടുത്ത്, ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ലേഖന ഭാഗം എടുത്ത് ഇങ്ങനെ വായിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഒരു വിശ്വാസി പറയാ, അപ്പച്ചനൊന്നും പ്രസംഗിച്ചില്ലല്ലോ. പ്രസംഗിക്കുന്നതാ. പൗലോസ് പ്രസംഗിച്ച് വെച്ചത് ഉപദേശിച്ച വിഷയം ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്.
നിനക്കത് ദഹിക്കുന്നില്ല. ഇപ്പം ഞാനെന്ത് ചെയ്യാൻ? നീ കണ്ടത് അപ്പം ചവറും കേട്ടിരിക്കുന്നുണ്ട്. നിനക്കിതൊന്നും മനസ്സിലാകത്തില്ല, ഗ്രഹിക്കത്തില്ല. സ്തോത്രം. പുതിയ നിയമസഭയുടെ പ്രമാണം ലേഖനത്തിൽ കിടക്കുന്നതാണ്, പ്രസംഗങ്ങളാണത്. അതെടുത്ത് പറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ അത് പ്രസംഗമാണത്. നീ നിന്നെ സൂക്ഷിക്കാൻ ഉപദേശം സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കുക. അപ്പോൾ പ്രസംഗം എന്തായിരിക്കണം? ഉപദേശം, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. സ്തോത്രം, സ്തോത്രം. ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്ന പോലെ. പുതിയ നിയമ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ആ ലേഖനങ്ങൾ, പ്രവൃത്തി പുസ്തകം, ലേഖനം, അത് പ്രസംഗിക്കുമ്പോൾ അത് പ്രസംഗമാണ്. അങ്ങനെ ആ നിലയിൽ പഠിപ്പിച്ച് പ്രസംഗിച്ച് സഭയെ ഉയർത്തിയെടുക്കാൻ ശുശ്രൂഷന്മാരില്ല ഇവിടെ. എല്ലാവരും കാശുണ്ടാക്കാൻ നടക്കുക, കസേര ഉറപ്പിക്കാൻ നടക്കുക. വി ഡി സതീശനും ചെന്നിത്തലയും പിന്നെ വേറൊരുത്തനുണ്ടല്ലോ ഡൽഹിക്കാരൻ വേണുഗോപാൽ, മൂന്നുപേരും കൂടി കിടന്ന് കടിപിടിക്കുക. ശരിക്കും ആ കസേരയ്ക്ക് അർഹൻ വി ഡി തന്നെയാണ്, വി ഡി സതീശൻ തന്നെയാണ്. മറ്റു രണ്ടുപേരോ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി, കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലി, ദുരാഗ്രഹം. ഓ, ഭയങ്കരമായിരുന്നു. ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാതെ വന്നപ്പോൾ ഞാൻ രാഷ്ട്രീയം വിട്ടും പോകാമെന്ന് വരെ പറഞ്ഞു. അപ്പോൾ ഹൈക്കമാൻഡിൽ നിന്നൊരു ഇടപെട്, ആഭ്യന്തരം, എന്നായിരുന്നു കളയാം, ഷൈൻ ചെയ്യാമല്ലോ. ഇവരുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ഈ അധികാരത്തിൻ്റെ സാത്താൻ എന്ന് പോകും? ഒരിക്കലും പോകത്തില്ല. കാരണം നമ്മുടെ ആത്മീയ കോളത്തിൽ കിടക്കുന്ന ലീഡർഷിപ്പിൽ കിടക്കുന്നവരുടെ ഉള്ളിൽ കിടക്കുന്ന പിശാച് പോയിട്ടില്ല. പിന്നെ അവരുടെ പോകുന്നത് കോട കൊടുത്ത് പ്രസിഡന്റ് സ്ഥാനം, സെക്രട്ടറി സ്ഥാനം, ഖജാൻജി സ്ഥാനം മേടിക്കുന്ന സ്വത്രം ആത്മീയ ലീഡർഷിപ്പിൽ കിടക്കുന്നവർ. ഞാൻ അവരെക്കുറിച്ച് പറയുന്നത് അഹരോൻ്റെ നേതൃത്വ നിരകളെന്നാണ്, അല്ലെങ്കിൽ നിക്കോദീമോസിൻ്റെ ആൾക്കാരെ പോലെ. നിക്കോദീമോസ് പിന്നെ രാത്രിയെങ്കിലും യേശുവിൻ്റെ അടുക്കൽ വന്ന് മാനസാന്തരം പെട്ടെന്നാണ് നമ്മൾ വേദപുസ്തകത്തിൽ പഠിച്ച് മനസ്സിലാക്കുന്നത്. സ്തോത്രം. അഹരോനെ പോലെ ലീഡർഷിപ്പിന് വേണ്ടി കിടന്ന് കടിപിടി കൂടുക. സ്തോത്രം. അഹരോൻ ഒരു കുറച്ച് നാള് മോശ പർവ്വതത്തിൽ കൽപ്പന പഠിക്കാൻ പോയ സമയത്ത് കുറച്ച് നാള് ഭരണം കൈയാളി. എന്ത് സംഭവിച്ചു? 3000 പേരെ കൊന്നൊടുക്കി. അതല്ലേ സംഭവിച്ചത്? ഞാൻ പല പ്രാവശ്യം പറയുന്നുള്ളതൊന്നും പറയുന്നില്ല. 3000 ജനം നശിച്ചുപോയി. വാളെടുത്ത് വെട്ടിക്കൊല്ലാൻ പറഞ്ഞു മോശ. ലീഡർഷിപ്പിൽ ഇരിക്കുന്ന പാസ്റ്റർമാരെ, സെക്രട്ടറിമാരെ, പ്രസിഡന്റുമാരെ, അസിസ്റ്റന്റുമാരെ ശ്രദ്ധിച്ചോ? നിങ്ങളൊരു അഹരോനാകാതെ ഇരിക്കാൻ ശ്രദ്ധിച്ചോ? ഞാനൊരു എളിയ കർത്താവിൻ്റെ ദാസനാണ്. എനിക്കിത് പറയാൻ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നശിച്ചു പോകും നമ്മൾ. അഹരോൻ്റെ മക്കൾ നാദാബും അബീഹൂബും ഇന്നലെയും പറഞ്ഞെന്ന് തോന്നുന്നു, തങ്ങളോട് കൽപ്പിക്കാത്ത വ്യവസ്ഥ വിധി പ്രകാരം അല്ലാത്ത കാര്യങ്ങൾ അവർ കൊണ്ടുവന്നുകൊണ്ട് എന്ത് പറ്റി? അന്യാഗ്നി അവരെ വിഴുങ്ങിക്കളഞ്ഞു. അത് ലേവ്യർ 10 ലേവ്യർ 16 മോശയോട് പറഞ്ഞു, അഹരോൻ അത് സംഭവിക്കാതിരിപ്പം മോശയോട് പറയാം, ഒന്ന് ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു. എന്നോട് മക്കൾ രണ്ടും പോയി, ഇനി നീയും തട്ടിപ്പോവും. ഇതൊക്കെ നമുക്ക് ബുദ്ധി ഉപദേശങ്ങളാണ്. ഇതൊക്കെ പാസ്റ്റർമാർക്കും സെക്രട്ടറിമാർക്കും ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കും ബുദ്ധി ഉപദേശമാണ്. കസേര എന്നുള്ള മോഹം എനിക്കില്ല. അത് വരാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോ. എനിക്കില്ല, ആ മോഹം ഇപ്പോഴില്ല. അധികാരത്തിന് വേണ്ടിയും ഭൗതികത്തിന് വേണ്ടിയും കിടന്ന് കടിപിടി കൂടുന്നതൊക്കെ കണ്ട് 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 മടുത്താണ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഇറങ്ങി ഓടിയത്. അവിടെ നിന്ന് ഓടിയ ഓട്ടം വീട്ടിൽ വന്നാൽ നിന്ന്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ധൈര്യമായിട്ട് പറയാൻ കഴിയും. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൽ കിടക്കുന്ന അധികാര ദുർമോഹികൾ കാരണം ആത്മീകമായി ഒരു ചുക്കും ജനത്തിനും കിട്ടാതെ ആത്മീയ കുരുടന്മാരായി, ആത്മീയ ദരിദ്രന്മാരായി, ആത്മീയ നഗ്നന്മാരായി നശിച്ചു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് മടങ്ങി വരുവാൻ ലവോദിക്കയുടെ ദൂത് നിങ്ങൾ കേട്ട് പഠിക്കണമേ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ആ വചനഭാഗത്തിലേക്ക് കടന്നു വരുന്നു. ഇവിടെ പറയുന്നു, പ്രാർത്ഥനയിൽ ഉച്ചരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ. എനിക്ക് ബന്ധകാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് വചനത്തിൻ്റെ വാതുകൾ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടവളതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. എഫേസ്യ ലേഖനത്തിലും അവസാന അധ്യായത്തിൽ ഇങ്ങനൊരു പദപ്രയോഗമുണ്ട്. അതുകൂടി നമ്മളൊന്ന് ധ്യാനിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ ഹല്ലേലൂയ പൗലോസ് പറയുന്നു, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. ആത്മാവിൽ പ്രാർത്ഥിക്കുക,
ജഡത്തിൽ കടന്ന് പ്രാർത്ഥിച്ച് 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 ഇവിടെ ബാബു ജോൺ വേട്ടമല പാസ് പറയുന്ന പോലെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കർത്താവ് എഴുന്നേറ്റ് തലമുടി ഓടും. നമ്മുടെ പ്രാർത്ഥന കർത്താവിന് സഹിക്കാൻ പറ്റത്തില്ല, അൺസഹിക്കബിളാണത്. അതുപോലെയാണ് കൊണ്ട് പ്രാർത്ഥിക്കുന്നത്. അധികാരത്തിൻ്റെ സ്വരങ്ങളൊക്കെ ഉപയോഗിച്ച് കൽപ്പന കൊടുക്കുക കർത്താവിനോട്, പ്രവർത്തിച്ച് മതിയാവുക കർത്താവേ. ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ നീ പ്രവർത്തിച്ച് മതിയാവുക കർത്താവേ. ഇതെന്തോ ഒരു പ്രാർത്ഥനയാണ്, ബാലിശമായ പ്രാർത്ഥനയാണ്. ABCD പ്രാർത്ഥനയെക്കുറിച്ചുള്ള ABCD അറിയാത്ത പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്നുള്ള വിഷയത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥന, ലോർഡ്സ് പ്രയർ, പോൾസ് പ്രയർ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. പൗലോസിൻ്റെ പ്രാർത്ഥനയും കർത്താവിൻ്റെ പ്രാർത്ഥനയും. ഞാനതിനെക്കുറിച്ച് യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. ദയവായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് അതൊക്കെ ഒന്ന് കേൾക്കണമേ. പൗലോസിൻ്റെ പ്രാർത്ഥന അതാ പ്രാർത്ഥന. ഇന്നത്തെ പെന്തക്കോസ്തുള്ള പ്രാർത്ഥന മുഴുവൻ അന്തരീക്ഷ മലിനീകരണമാണ്. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കർത്താവ് തലമുടി ഓടുന്നു. കാരണം സഹിച്ചുകൊണ്ടിരിക്കത്തില്ലേ ഇത്. ഒരു മാസ പ്രാർത്ഥനയിൽ നമ്മൾ വെള്ളിയാഴ്ച ചർച്ചയിൽ പോയെന്ന് വെച്ചോ, പാസ് പോയി 2-3 പാട്ടൊക്കെ പാടിയിട്ട് പ്രാർത്ഥിക്കാൻ പറയും. 3 സഹോദരന്മാരും പ്രാർത്ഥിച്ചിരിക്കട്ടെ. 6 പ്രാർത്ഥന ഒരുപോലെ ഇരിക്കും. അപ്പം അവരുടെ ചിന്ത എന്താ? അവരാരും പ്രാർത്ഥിച്ച് കേട്ടില്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോളേ കർത്താവ് എന്ന്. ഇത് അവിടെ പോയിരിക്കുന്ന നമ്മുടെ മനസ്സ് മടുപ്പിച്ച് കളയുന്ന സ്തോത്രം വളരെ ദുഃഖമുളവാക്കുന്നതാണ്. ഇവിടുത്തെ പ്രാർത്ഥനയെക്കുറിച്ച് പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ചേ. പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിന് ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. ശുശ്രൂഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് എന്താ? അവർ ദൈവവചനം സംസാരിക്കാൻ, അവർ വായ് തുറക്കുമ്പോൾ സംസാരിക്കേണ്ടവണ്ണം സംസാരിക്കാൻ, പഥ്യവചനം സംസാരിക്കാൻ, ഉപദേശം സംസാരിക്കാൻ, പഥ്യോപദേശം സംസാരിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നത്തെ പ്രസംഗങ്ങൾ 98% കണ്ടം ചെയ്ത് ദൂരെ കളയണം. പത്രോസ് പ്രസംഗത്തെക്കുറിച്ച് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് എന്താ? ഒരുത്തൻ വചനം സംസാരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്നത് പോലെ, ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്ന പോലെ. ദൈവത്തിൻ്റെ അരുളപ്പാടാണ് അത് പ്രസംഗിച്ചു വെക്കുന്നത്. വായി വരുന്നതും മനസ്സിൽ തോന്നുന്നതും ഒക്കെയാണ് പ്രസംഗിച്ചു വെക്കുന്നത്. എന്നിട്ട് പ്രസംഗം ഒന്ന് പേരും. പാസ്റ്റർമാരെ ഒന്ന് മടങ്ങി വരണം, ശുശ്രൂഷന്മാരെ ഒന്ന് മടങ്ങി വരണം. പണ്ട് ആരോണ്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററിൻ്റെ പ്രസംഗം മുഴുവൻ പാസ്റ്റർമാർക്ക് ഇട്ടാ ആയിക്കോട്ടെ, ഒരു പാസ്റ്ററായ ഞാനും നന്നാകട്ടെ, പാസ്റ്റർമാരും നന്നാകട്ടെ. അങ്ങനെ വരുമ്പോഴേ സഭ നന്നാവുള്ളൂ, സംശയമില്ല കാര്യത്തിൽ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നു. ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിലുകൾ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറും. സമയം തക്കത്തിൽ ഉപയോഗിക്കും. എഫേസ്യ ലേഖനത്തിൽ ഒരു വിഷയം അവിടെ കിടപ്പുണ്ട്, അത് ഞാനൊന്ന് പറയാനായിട്ട് കർത്താവിൽ ശരണപ്പെടുക. ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രയും നടപ്പാൻ നോക്കുവിൻ. എഫേസ്യർ 5:15 മുതൽ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ തൊഴിലുറപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീകരങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങൾ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എപ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുയേശുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. ഒരുത്തൻ്റെ തലയെ കയറിയിരിക്കാനല്ല പറയുന്നത്, കീഴ്പ്പെട്ടിരിക്കുക. ശുശ്രൂഷന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുക. സഹശുശ്രൂഷന്മാർക്ക്, പാരപണിയുന്ന പാസ്റ്റർമാർക്കൊക്കെ ഇതൊരു ദൂത. കീഴ്പ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മളെക്കാൾ പ്രായമുള്ള ദൈവദാസന്മാർ വരുമ്പോൾ അവർക്ക് കീഴ്പ്പെട്ടിരിക്കുക. ദൈവവചനം ശക്തിയോടെ പറയുന്ന ശുശ്രൂഷന്മാർ വരുമ്പോൾ അവർക്ക് കീഴ്പ്പെട്ടിരിക്കുക. ദൈവം വചനം ഫലമേൽപ്പിച്ച ദൈവവൃത്യന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുക. അതൊക്കെ അനുഗ്രഹത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്ത് സ്തോത്രം, എൻ്റെ 5-ാമത്തെ വാക്യം വായിച്ചോട്ടെ. 5 കൊലോസ്യർ 4:5. സമയം സക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ജ്ഞാനത്തോടെ പെരുമാറുക.
ജ്ഞാനത്തോടെ പെരുമാറി. എന്ത് ജ്ഞാനം? എന്ത് ജ്ഞാനമാണ്? ഈ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്ന യാക്കോബിൻ്റെ ഭാഗം എൻ്റെ ഹൃദയത്തിലേക്ക് വരിക. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയതാണ്. നിങ്ങളിൽ ജ്ഞാനി വിവേകമായവനാ, അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയവും കയ്പും ഈർഷ്യയും ശാഠ്യവുമുണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോഷ്ക് പറയുകയും വരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികമായതത്രേ. ഈർഷ്യവും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടമില്ലാത്തതുമാകുന്നു. അതാണ് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. ദൈവമേ, ജ്ഞാനത്തോടെ പെരുമാറുവിൻ. ആത്മീകമായ ജ്ഞാനം, സ്വർഗീയമായ ജ്ഞാനം. 5-ാം വാക്യം, ഓരോരുത്തനോട് നിങ്ങൾക്ക് എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. ദൈവമക്കളെ, ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഈ പറയുന്ന ഞാനും നിങ്ങളും ഇത് ശ്രദ്ധിക്കണം, ഇതനുസരിക്കണം. നമ്മുടെ വാക്കുകൾ ഉപ്പ് പോലെ രുചി വരുത്തുന്നതായിരിക്കണം. പല പ്രാവശ്യം വചനം കേട്ടിട്ടും അനുസരണക്കേട് കാണിക്കാതെ പോകുന്നവരോട് ഞാൻ ശക്തിയോടെ പറയാറുണ്ട്. അവരോട് ഇച്ചിരി ഭാഷ കടിപ്പിക്കാറുണ്ട്. ഇല്ലെന്നില്ല, ഞാൻ പറയാറുണ്ട്. എന്നാൽ നമ്മൾ പൊതുവെ ഇടപെടുമ്പോൾ എങ്ങനെ ഇടപെടണം? ഓരോരുത്തരോട് സ്വത്രം സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ദൈവസഭയ്ക്ക് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറണം. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്കെപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കും. സഭയിൽ പല പ്രാവശ്യം വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ശാസിക്കുക, തർജ്ജനം ചെയ്യുക, കഠിനമായി ശാസിക്കുക. ഇത് 3 പുസ്തകത്തിലുണ്ട്. ഇവിടെ സോപ്പിടലല്ല നടക്കുന്നത്. ഇന്നിപ്പോൾ സോപ്പിടല, വചന പ്രഘോഷണം മുഴുവൻ സോപ്പിടല. പ്രസിഡന്റോ സെക്രട്ടറിയോ ഒരു അധികാരമുള്ളൊരു മനുഷ്യൻ സഭയിൽ വന്നിരുന്ന പിന്നെ പുള്ളിയെ പ്രസാദിപ്പിച്ചുകൊണ്ടാണ് പ്രസംഗം പോകുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കലില്ല. എത്രയോ ഞാൻ കണ്ടു മടുത്തു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്താ പൗലോസ് പറയുന്നത്? സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരുടെ ജ്ഞാനത്തോടെ പെരുമാറുകയും. ഓരോരുത്തരോട്, എല്ലാവരോടും പറയുന്നത് ഒരു രീതിയിലായിരിക്കരുത്. ഓരോരുത്തരോടും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തതുമായിരിക്കണം. എഫേസ്യ ലേഖനം 4:29 വായിക്കാം. ഇതിനോട് ചേർത്ത് എഫേസ്യർ 4:29 വാക്കുകൾ എങ്ങനെയായിരിക്കണമെന്ന് അപ്പോസ്തലൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കാം. 4:29. എഫേസ്യർ 4 കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയവർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ഞങ്ങൾക്കൊരു ഓട്ടോറിക്ഷക്കാരൻ സഹോദരൻ ഉണ്ടായിരുന്നു. സംസാരിക്കുമ്പോൾ ഓട്ടോറിക്ഷക്കാരോട് സംസാരിക്കുന്ന പോലെ ഞങ്ങളോട് സംസാരിക്കും. സ്വത്രം ഞാൻ പുള്ളിയെ ശാസിച്ചു, തർജ്ജനം ചെയ്തു. മനസ്സിലാക്കിയില്ലെന്ന് എനിക്കറിയത്തില്ല. ഓട്ടോറിക്ഷക്കാർ തമ്മിൽ സംസാരിക്കുമ്പോൾ തെറിയും ചീത്തയും ഒക്കെ സംസാരിക്കും. അത് തന്നെ നമ്മളോടും പറയും. ഞാൻ പറയാം, അത് ഉപയോഗിക്കരുത്, അത് പറയരുത്. ഈ തിരുത്തലൊന്നും ആർക്കും ഇഷ്ടമല്ല. എന്ത് ചെയ്യാനാ? കറക്ഷൻ ചെയ്യാൻ ആരും തയ്യാറല്ല. എൻ്റെ അപ്പ എന്നെ തല്ലണ്ട, ഞാൻ നന്നാകത്തില്ല എന്നുള്ള രാഷ്ട്രീയത്തിലും ആത്മീയകുളത്തിലൊക്കെ അത് തന്നെയാണ്. രാഷ്ട്രീയത്തിലൊരു ഉയർന്ന നേതാവ് ഒരു കീഴുള്ളവനെ ശാസിച്ച് അവൻ വിട്ടുപോകും, പാർട്ടി വിട്ടുപോകും, പോയി BJP ചാടും. സ്വത്രം അങ്ങനെയൊക്കെയല്ലേ അപ്പം നടക്കുന്നത്. എന്നിട്ട് ഇവർക്കെതിരെ പാരം ചെയ്തുകൊണ്ടിരിക്കും. ആത്മീയ കുളത്തിൽ ഇതൊക്കെ തന്നെ. ഒരു പ്രസ്ഥാനം വിട്ട് വേറെ പ്രസ്ഥാനത്തിലേക്ക് ചാടുക, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് സ്വത്രം ഇപ്പോൾ വായിച്ച വാക്യം ഒന്നുകൂടി വായിക്കാം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയവർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. കടക്കൂ പുറത്ത്. വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അപ്പം ജനം പറഞ്ഞു, കടക്കൂ, രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തേക്ക് പോകും, ഗ്രൗട്ട്. ജനം ഒന്നിച്ചോട്ട് ചെയ്തു. വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. ജനം എന്ത് ചെയ്തു? വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞു. അതൊക്കെ സംഭവിക്കുന്നത്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പഴമക്കാർ പറയുന്നത് എത്രയോ ശരിയാണ്. പിണറായി അല്ല, മോദിയല്ല, സതീശനല്ല, സാമ്പോൾ പാസ്റ്റർ ആരാണെങ്കിലും നമ്മുടെ വാക്കുകളെ
നമ്മൾ വളരെ 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 സൂക്ഷിച്ചുപയോഗിക്കണം. വാക്കുകൾക്ക് കത്തിയേക്കാൾ മൂർച്ചയുണ്ടെന്നാണ് സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ പഠിച്ചെടുക്കുന്നത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. നാവിനെ കുറിച്ച് പറയുമ്പോൾ യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിലെടുത്തുന്ന വായിച്ചാട്ട്, യാക്കോബ് 3 വായിച്ചാട്ട്, യാക്കോബ് 3. ഇതൊക്കെ നാവിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഭാഗം പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്നാ പ്രസംഗമാണ്. സഹോദരന്മാരെ, അധികം ശിക്ഷാവധി വരുമെന്നറിഞ്ഞ് അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. നാം പലരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരം മുഴുവനും കടിഞ്ഞാനിട്ട് നടത്തുവാൻ ശക്തനായ സൽഗുണപൂർത്തിയുള്ള പുരുഷനാകും. കുതിരയെ അധീനമാക്കുന്നവൻ വായിൽ കടിഞ്ഞാനിട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പൽ എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയൊരു അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിനെ തീ പിടിക്കുകയും ചെയ്യുന്നു. ഓ ദൈവമേ, എത്ര ഭയങ്കരമായൊരു പ്രസ്താവനയാണ്. നാവിനെ കുറിച്ച് യാക്കോബ് പറയുന്ന പോലെ വേറെ ആരും പറയുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഇവയോ എല്ലാം മനുഷ്യജാതിയോട് മരുങ്ങിയും ഇരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മരുക്കാവതല്ല. അതടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുള്ള വെള്ളവും പുറപ്പെട്ടു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവുപഴവും മുന്തിരിവള്ളിയും അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെട്ടു വരികയുമില്ല. എന്നിട്ടാണ് പറയുന്നത്, നിങ്ങളിൽ ജ്ഞാനി വിവേകമായവനാൽ അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. ഞാൻ നേരത്തെ വായിച്ചതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ നാവ് തീയാണ്, ഒരു ഫയറാണ്, ഒരു പോയിസൺ കുപ്പിയാണ്, ഒരു വിഷക്കുപ്പിയാണ്, ഒരു തീക്കുണ്ടമാണ് നമ്മുടെ നാവ്. അപ്രതീക്ഷിതമായി പറയുന്ന വാക്കുകൾ മനുഷ്യനെ കൊന്നൊടുക്കും, അല്ലെ നശിപ്പിച്ചു കളയും. കുടുംബത്തെ സൂക്ഷിക്കുക, ജാഗരൂകരായിരിക്കുക. ഒരു പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ സ്ഥാനത്തിരിക്കുന്ന 2 പാസ്റ്റർമാർ ജാതിവെറി വിളിച്ചു പറയുന്നത് യൂട്യൂബിൽ എല്ലാവരും കേട്ടതാണ്. നല്ല കാര്യമായിപ്പോയത്. ഈ നേതാക്കന്മാരുടെ ഈ അവിവേകം ലോകം മുഴുവനൊന്ന് മനസ്സിലാക്കട്ടെ. ഇനി അവർ ഏതെങ്കിലും മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ മാറ്റി നിർത്തണം. നിങ്ങളിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പറയണ്ട, നിങ്ങളിവിടെ സൂക്ഷിക്കാൻ പറയണത് തീർത്തും പറയണം. കറുത്തവനും വെളുത്തവനും പണ്ഡിതനും പാമരനും കുചേലനും കുബേരനും അറിവില്ലാത്തവനും അറിവുള്ളവനും ധനവാനും ദരിദ്രനും എല്ലാം ദൈവസഭയിൽ ഒന്നുപോലെയുള്ളൂ. പത്രോസിന്റെ ദുപ്പട്ടി കാണിച്ചിട്ട് പറയുന്നു, ഒരു മനുഷ്യനെയും അശുദ്ധനെന്നരുത്. എല്ലാവർക്കും ദൈവസഭയിൽ ഒരുപോലെ വിലയുണ്ട്. എല്ലാവർക്കും വേണ്ടിയാണ് ദൈവത്തിന് യേശുക്രിസ്തു തൻ്റെ രക്തം ചിന്തിയത്. ആരും ചെറുതായിട്ട് കാണരുത്. ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും. ഒരു ചെറുവിരൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ അതിൻ്റെ ന്യൂനത ഉണ്ട് ദൈവമക്കളെ. ഒരു ഗ്ലാസ് പിടിക്കുമ്പോൾ 4 വിരൽ കൊണ്ട് മാത്രമേ പിടിക്കാൻ പറ്റത്തുള്ളൂ. ആ ഗ്ലാസിൻ്റെ അടിയിൽ സപ്പോർട്ട് കൊടുക്കുന്നത് ഈ ചെറിയ വിരലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാണെന്ന് വിശ്വസിക്കുന്നു. അല്ലേ? ഓക്കെ, ഇങ്ങോട്ടും ഓക്കെ. ചെറിയ വിരൽ അടിയിൽ സപ്പോർട്ട് കൊടുത്തിരിക്കുക. ബാക്കി 3 വിരൽ ഈ ഗ്ലാസ്സിൽ പിടിച്ചിരിക്കുക. തള്ള വിരൽ മുറുകെ പിടിച്ചിരിക്കുക. ഈ സപ്പോർട്ട് മാറിയാൽ ഊർന്നു പോകും ഇത്. സ്വത്രം. ഞാൻ ഡെമോൺസ്ട്രേഷൻ സ്റ്റഡി കാണിക്കുക നമ്മൾ മുമ്പിലിരിക്കുന്നവർക്ക്. അപ്പോൾ ഒരു വിരലിന് അതിൻ്റെ പ്രാധാന്യത ഉണ്ട്. എല്ലാ അവയവങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അത് പാസ്റ്റർമാർ മനസ്സിലാക്കുക. വിവേകത്തോടെ, പരിജ്ഞാനത്തോടെ, സുബോധത്തോടെ, ആത്മാവിൽ അത് ഗ്രഹിച്ച് മനസ്സിലാക്കി എല്ലാവരെയും സ്നേഹിക്കുക. സത്യത്തിൽ എനിക്ക് മുമ്പുള്ള കാലങ്ങളിൽ പലർക്കും അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാനും തുറന്ന് സമ്മതിക്കുക. കാരണം ഇപ്പോഴല്ലേ കാര്യം മനസ്സിലാകുന്നത്. ഉപദേശം പഠിച്ചു വന്നപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ സംസാരങ്ങൾ ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോടുകൂടിയതുമായിരിക്കട്ടെ. ഇതിൽ നിന്ന് അധികമുള്ള ദുഷ്ടനിൽ നിന്ന് വരുന്നെന്നാണ് പറയുന്നത്.
സ്തോത്രം. എൻ്റെ അടുത്ത് എൻ്റെ 7-ാം വാക്യം വായിക്കാം. കൊലോസ്യർ 4:7. എൻ്റെ അവസ്ഥ ഒക്കെയും കർത്താവിൽ പ്രിയ സഹോദരനായ ഇതിലെ ഇത് ഒരു വാക്യം വിട്ടുപോയി ഞാൻ പറയാനായിട്ട്. എഫേസ്യർ 5:4 മുതൽ 6 വരെയും കൂടി ഒന്ന് വായിച്ചിട്ട് നമ്മൾ 7-ാം വാക്യത്തിലേക്ക് വരാം. ഇപ്പം ദൈവാത്മാവ് വെളിപ്പെടുത്തിയ വാക്യങ്ങൾ പറയാതെ പോയാൽ അത് വലിയ സങ്കടമാണ്. എഫേസ്യർ 5:24 മുതൽ 4 മുതൽ എഫേസ്യർ 5:4 മുതൽ വായിക്കാം. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ചേർച്ചയില്ലാത്ത ഒന്നും വരുത്. സ്തോത്രമത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ, ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ നിങ്ങൾ അറിയുന്നല്ലോ. അപ്പം നേരത്തെ പറഞ്ഞ പൊട്ടത്തിൽ ഇതൊന്നും ദൈവരാജ്യത്തിന് ചേർന്നതല്ല. ഒരിക്കൽ 2 പാസ്റ്റർമാർ, ചെറുപ്പക്കാർ പാസ്റ്റർമാർ, ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നൊരു 20 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ഇന്നാണ് ഞാൻ ചൂരവടിക്ക് അടിച്ചു തന്നെ 2 അവർ രണ്ടും കൂടി സംസാരിക്കുന്ന ആ ഭാഷാ ശൈലി കേട്ടിട്ട് ഞാൻ ഞെട്ടി തിരിച്ചിരുന്നു പോയി. പാസ്റ്റർമാരാ, ഒരാൾ ഡോക്ടറുമാണ്, ഒരാൾ പ്രസ്ബിറ്ററുമാണ്. ഇപ്പോഴും കിടപ്പുണ്ട്, ആത്മീയ കോളത്തിൽ കിടന്ന് വിലസുന്നുണ്ട് 2 പേരും. കാരണം ലോക മനുഷ്യർ സംസാരിക്കുന്ന പോലെ എടോ പോടോ വാടോ. ഇവിടെ എന്താ പറയുന്നത്? പൊട്ടച്ചൽ, കളിവൊക്കെ ഒന്നും പറയാൻ പാടില്ല. ഇതൊക്കെ ആരാ പഠിപ്പിക്കുന്നത്? ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭയെ പഠിപ്പിക്കാത്തതുകൊണ്ടല്ലേ പാസ്റ്റർമാർ നന്നാകാത്തത്. ഞാനതുകൊണ്ട് പാസ്റ്റർ സെമിനാറൊക്കെ ഇഷ്ടം പോലെ എടുക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പാസ്റ്റർ സെമിനാറൊക്കെ എടുത്തിട്ടുണ്ട്. അത് പലർക്കും അനുഗ്രഹമായിട്ടുണ്ട്. സഭയിൽ എന്ത് പറയണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ ഇടപെടണം എന്ന് പലർക്കും അറിയത്തില്ല. ഈ സങ്കീർത്തനം വായിച്ച് ഈ മോശ പ്രമാണം ഉള്ളിൽ കയറി കിടക്കുന്നതുകൊണ്ട് പകയും വിദ്വേഷവും കോടതിയും കേസും വഴക്കുമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. കാഹളം ധരിക്കുമ്പോൾ എന്തോ ചെയ്യും അവരുടെ അവസ്ഥ. നമ്മൾ ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർന്നാലല്ലേ കർത്താവിൻ്റെ ഒരു പോകത്തുള്ളൂ. ഈ 3 കൂട്ടം കാര്യങ്ങൾ വചനമുണ്ട് കേട്ടോ. അത് വരാതെ നമ്മൾ ഏത് സ്വർഗത്തിലാണ് പോകണമെന്ന് എൻ്റെ ചോദ്യം. സ്വർഗത്ത് പോകാൻ ഒരു വ്യവസ്ഥയുണ്ട്. ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം നമ്മളിൽ വരണം. അത് ഉപദേശം പഠിച്ചനുസരിച്ച് ആ ആത്മീയ നിലവാരത്തിലേക്ക്, ഉന്നതമായ ആത്മീയ നിലവാരത്തിലേക്ക് വരണം. അതിനാ സഭയിൽ ഈ ഉപദേശം പഠിപ്പിക്കാൻ പറയുന്നേ. പത്യവചനം, പത്യോപദേശം, അപ്പോസ്തലോപദേശം പഠിപ്പിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. അത് കേട്ട് അന്ന് മുതൽ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുക. കേൾക്കുന്നവർക്ക് കേൾക്കാം, തിരസ്കരിക്കുന്നവർക്ക് തിരസ്കരിക്കാം. പറയാൻ എനിക്ക് പറ്റത്തുള്ളൂ, പറയാനും പ്രാർത്ഥിക്കാനും. അത് ചെയ്തുകൊണ്ടിരിക്കുക. ചില സ്ഥലങ്ങളിൽ എന്നെ വിളിച്ചാൽ ഒരൊറ്റ വിളിയെ വിളിക്കുള്ളൂ, മാറ്റി. എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. സ്വത്രം ആര് വിളിച്ചാലും എവിടെ വിളിച്ചാലും പോയി ഉപദേശമല്ല, വേറൊന്നും പറയാൻ എൻ്റെ വായിലില്ല, എൻ്റെ ഹൃദയത്തിലും ഇല്ല. സുഖിപ്പിക്കുന്ന പരിപാടി നമുക്കില്ല. സ്വത്രം മയോ ഇല്ല, മായോ ഇല്ല. മായമില്ലാത്ത വചനം. അപ്പോസ്തലന്മാർ മായമില്ലാത്ത സകല ദുഷ്ടതയും, എല്ലാ ചതിയും, എല്ലാ വ്യാജഭാവവും, എല്ലാ അസൂയയും, എല്ലാ നുള്ളയും നീക്കിക്കളഞ്ഞ് രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല്. അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ് മായമില്ലാത്ത പാല്. സങ്കീർത്തനം, ന്യായപ്രമാണം മായമുള്ളതാണ്. സംശയമുള്ളവർ 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 1 മുതൽ ഒരു 10-15 വാക്യം വായിച്ച് പഠിച്ചോ. പടയനിമ വായിക്കുമ്പോൾ മൂടുപടം കിടക്കുന്നു. മൂടുപടം ഹൃദയ കണ്ണ് കുരുടായി പോകുന്നു. പൗലൂസിൻ്റെ ടീച്ചിങ്ങാ, പൗലൂസിൻ്റെ പഠിപ്പിക്കൽ നമ്മൾ പഠിച്ചാൽ രക്ഷപ്പെടും. പൗലൂസിൻ്റെത് മാത്രം ഞാൻ പറയത്തില്ല. പൗലൂസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദാ. പൗലൂസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദാ. ആദ്യ 5 അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിച്ചാൽ രക്ഷപ്പെടാം. മോശയുടെ ന്യായപ്രമാണം പഠിച്ചുകൊണ്ടിരുന്നാൽ നേരെ നരകത്തിലോട്ടും പോകാം. അത് നിഴലാണെന്നേ. നിഴലിലേക്ക്, പൊരുളിലേക്ക് വന്നു നമ്മൾ. ഈ പൊരുളിലേക്ക് വരാതെ നിഴലിൽ കിടന്നാൽ എന്താ ഗുണം? പൊരുളായ ക്രിസ്തു നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അത് ഈ പ്രായമുള്ള ദേവദാസന്മാർ പഠിച്ചപ്പോൾ അത് മനസ്സിലായത്. നിങ്ങൾ ഉൽപ്പത്തി മുതൽ മലാഖി വരെ എടുത്ത് പഠിച്ചു നോക്കിക്കോ. ഉൽപ്പത്തി മുതൽ മലാഖി വരെ കർത്താവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞ ഒരു കഷ്ണം വാക്ക് ഉൽപ്പത്തി വരെ മലാഖി വരെ നിങ്ങൾക്ക് കിട്ടത്തില്ല. കർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞത് മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ കർത്താവ് പറഞ്ഞത് നടക്കുന്നു. കർത്താവ് എന്ത് പറഞ്ഞു? യോഹന്നാൻ 4:5-63 എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും
ജീവനുമാകുന്നു. ആത്മാവും ജീവനും. ഈ ആത്മാവും ജീവനുമാകുന്ന വചനമാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു. സാക്ഷാൽ ദൈവവചനമായിട്ട് തന്നെ നിങ്ങൾ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിലത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വചനം നമ്മളിൽ വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവുടെ സന്തോഷത്തോടെ ദൈവവചനം കൈക്കൊള്ളണം. 1 തെസ്സലോനിക്കർ 1 അധ്യായത്തിൻ്റെ പഠനം. ലേഖനങ്ങളൊക്കെ വായിച്ച് പഠിക്കേ. ഞാൻ സാധാരണ പറയുന്ന റോമാലേഖനം 100 പ്രാവശ്യം വായിക്കണം. 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 100 പ്രാവശ്യം വായിക്കണം. ഓരോ ലേഖനങ്ങളും 100 പ്രാവശ്യം വായിക്കണം. പ്രാർത്ഥനയോടെ വായിക്കണം. അത് ആത്മാവിൽ പഠിക്കണം, ആത്മാവിൽ ഗ്രഹിക്കണം. അല്ലെങ്കിൽ പ്രസംഗം മുഴുവൻ ജഡത്തിലായിപ്പോകും. ഇന്നിപ്പോൾ ജഡത്തിലുള്ള പ്രസംഗങ്ങളാണ്. ശുശ്രൂഷ മുഴുവൻ ജഡത്തിലാണ്. 10,000 തന്നാൽ നിങ്ങൾ 20,000 തരണം, 30,000 തരണം എന്ന് പറയുമ്പോൾ അത് ജഡത്തിലല്ലാതെ പിന്നെ പിശാചിൻ്റെ ആത്മാവിലല്ലാതെ പിന്നെ ഏതാ ആ പ്രസംഗം? നോട്ടെണ്ണൽ സംവിധാനം ബാങ്കിൽ 1-2 ഉള്ളപ്പോൾ, സഭാ ഹാളുകളിൽ 7 ഉള്ളപ്പോൾ അവിടെ ശുശ്രൂഷയുടെ ലക്ഷ്യമെന്താ? ഗോളെന്താ? പ്രബുദ്ധനായ ദൈവമക്കൾ ഇനിയെങ്കിലും ചിന്തിക്കുക, പഠിക്കേ. പൊട്ടന്മാരെ പോലെ, മന്ദബുദ്ധികളെ പോലെ കൂട്ടായ്മയിൽ പോയി നരകത്തിൽ പോയി വീഴാതെ. എനിക്കിത് പറയാതിരിക്കാൻ പറ്റുമോ? കർത്താവെന്ന് സഭയെടുക്കാൻ നേരമായി. ഒരുങ്ങണ്ടേ പോലെ ഒരുങ്ങണ്ടേ. പൊങ്ങത്ത് 19-ാം തീയതി ക്ലാസ് വെച്ചിട്ടുണ്ട്. ഈ 19 അതവിടെ എന്താ? കർത്താവിൻ്റെ വേണ്ടി ഒരുങ്ങാനുള്ള സന്ദേശമാണ്. ആത്മീയ വളർച്ചയ്ക്ക്, ആത്മീയവർദ്ധനവിനും ആത്മനിറവിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുന്നത്. അവിടെ ദ്രവ്യാഗ്രഹത്തിൻ്റെ കൗശലവാക്കൊന്നുമില്ല. മനസ്സിലാക്കണം നമ്മൾ. ഹല്ലേലൂയ. സ്വത്രം സ്വത്രം സ്വത്രം. എൻ്റെ അവസ്ഥ ഒക്കെയും കർത്താവിൽ പ്രിയ സഹോദരനും 7-ാം വാക്യത്തിലേക്ക് വന്നു. വിശ്വസ്ത ശുശ്രൂഷകനും സഹവൃത്തിനുമായ തിഹിക്കോസ് നിങ്ങളോട് അറിയിക്കും. പൗലോസിൻ്റെ ഒരു കൂട്ട ശുശ്രൂഷകനായിരുന്നു തിഹിക്കോസ്. അനുഗ്രഹീതനായ തിഹിക്കോസ്. ദേമാസ്, അനുഗ്രഹീതനായ ദേമാസ്. പിന്നെ അവൻ ലോകസ്നേഹിയായി കർത്താവിനെ വിട്ടുപോയെന്ന് വേദഭാഗത്ത് പറയുന്നുണ്ട്. പൗലോസിൻ്റെ കൂടെ നടന്ന കുറേ ശുശ്രൂഷകന്മാരുണ്ട്. എനിക്ക് അവരെയൊക്കെ വലിയ ഇഷ്ടമാണ്. ഞാൻ അവരുടെ പേരൊക്കെ എടുത്ത് സെലക്ട് ചെയ്ത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊന്നും ലേഖനം എഴുതിയിട്ടില്ലെങ്കിൽ പോലും സഭകളെ പ്രബോധിപ്പിക്കുവാൻ അപ്പോസ്തലന്മാർ അവരെയാണ് പ്രാർത്ഥിച്ചയച്ചത്. ഇന്ന് കണ്ട അണ്ടനും അടകോടനും എല്ലാം കയറി ഞെരങ്ങിയല്ലേ സഭയിൽ. ഉപദേശമില്ലാത്തവരും ദ്രവ്യാഗ്രഹികളും കസേരമോഹികളും എല്ലാം കയറി സഭയിൽ ഞെരങ്ങി സഭ മുഴുവൻ കുട്ടിച്ചോറായി. സഭ മുഴുവൻ ആരായി? കുരുടന്മാരും ദരിദ്രന്മാരും, ആത്മീയ കുരുടന്മാരും ദരിദ്രന്മാരും നഗ്നന്മാരെ കൊണ്ട് നിറഞ്ഞു കിടക്കുകയല്ലേ സഭ. ഒരു ചെറിയ ന്യൂനപക്ഷം, എല്ലാവരുമല്ല, ഒരു ചെറിയ ന്യൂനപക്ഷം എക്കാലത്തുമുണ്ട്. വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി, ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു കൂട്ടം ജനം എക്കാലത്തും ഉണ്ട്. 35 ലക്ഷം നടത്തിയതിൽ യോശുവയും കാലേബും അതായിരുന്നു. നോഹയുടെ കാലഘട്ടത്തിൽ നോഹയും നോഹയുടെ ഭാര്യയും മക്കളും മരുമക്കളും അതായിരുന്നു. അതുപോലെ നമ്മളും ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വരവിനോട് അടുത്തിരിക്കുന്ന ഈ ലവോദിക്ക പീരീഡിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ സംഘത്തിൽ നിങ്ങളുമായിരിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ആമേൻ.